സംഖ്യകളുടെ വർഗങ്ങൾ കാണുന്നത് എങ്ങനെയെന്ന് വർഗങ്ങൾ എന്ന പാഠത്തിൽ കണ്ടല്ലോ. 36ന്റെ വർഗം കണ്ടത് ഓർക്കുന്നുണ്ടോ? മൂന്ന് 7ന്റെ വർഗം കണ്ടതോ? മുപ്പത്തിയാറിനെ 30+6 എന്ന് പിരിച്ചെഴുതിയാണല്ലോ വർഗം കണക്കാക്കിയത്. അതുപോലെ 3.7നെ 3+0.7 എന്ന് പിരിച്ചെഴുതിയല്ലേ വർഗം കണക്കാക്കിയത്. 36ന്റെ വർഗം കണക്കാക്കാൻ കൂട്ടിയത് എന്തൊക്കെയാണ്? 30ന്റെ വർഗം, 6ന്റെ വർഗം, 30ന്റെയും 6ന്റെയും ഗുണനഫലത്തിന്റെ 2 മടങ്ങ് അല്ലേ. 3.7ന്റെ വർഗം കണക്കാക്കാൻ കൂട്ടിയത് 3ന്റെ വർഗം, 0.7ന്റെ വർഗം, 3ന്റെയും 0.7ന്റെയും ഗുണനഫലത്തിന്റെ 2 മടങ്ങ് എന്നിവയല്ലേ. മറ്റു തുകകൾ എടുത്താലും ഇതുപോലെ തന്നെ വർഗം കണക്കാക്കാമല്ലോ. പൊതുവായി പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെ തുകയുടെ വർഗം സംഖ്യകളുടെ വർഗങ്ങളുടെയും അവയുടെ ഗുണനഫലത്തിന്റെ 2 മടങ്ങിന്റെയും തുകയാണ്. ഇതിനെ ബീജഗണിതം ഉപയോഗിച്ച് എങ്ങനെ പറയാം? രണ്ട് സംഖ്യകൾ എക്സ് വൈ എന്നെടുത്താലോ? അവയുടെ തുക എന്തായിരിക്കും? x+y അല്ലേ. ഇതിന്റെ വർഗമോ? അത് x+yയുടെ വർഗമാണല്ലോ. x+yയുടെ വർഗത്തെ x+y² എന്നാണ് പറയുന്നത്. ഇനി ഈ തത്വത്തിന്റെ ബീജഗണിത രൂപം എഴുതാമല്ലോ. xy ഏത് സംഖ്യകളായാലും x+y² സമം x² + y² + 2xy. ജ്യാമിതീയമായി ഇത് പരപ്പളവുകളുടെ ബന്ധമായും കാണിക്കാം. വശങ്ങൾ x+y ആയ ഒരു സമചതുരം പരിഗണിച്ചാൽ അതിന്റെ പരപ്പളവ് x+y² ആയിരിക്കുമല്ലോ. ഓരോ വശത്തെയും നീളങ്ങൾ xഉം yയും ആകത്തക്ക വിധം വിഭജിക്കാം. ഇപ്പോൾ ഈ സമചതുരം 4 ഭാഗങ്ങളായല്ലോ. ഓരോന്നിന്റെയും പരപ്പളവ് കാണാം. ഇതിന്റെ വശങ്ങൾ xഉം xഉം ആയതിനാൽ പരപ്പളവ് x² ആയിരിക്കുമല്ലോ. ഇതിൻ്റെതോ? അത് xy ആയിരിക്കുമല്ലോ. അതുപോലെ ഇതിന്റെ പരപ്പളവും x ഗുണിക്കണം y അഥവാ xy ആയിരിക്കുമല്ലോ. ഇതിന്റെ വശങ്ങൾ yയും ആയതിനാൽ പരപ്പളവ് y² ആയിരിക്കുമല്ലോ. ഈ 4 ഭാഗങ്ങളുടെയും പരപ്പളവ് കൂട്ടിയാൽ x² + y² + 2xy എന്ന് ലഭിക്കുമല്ലോ. ഇത് 4ഉം കൂട്ടിയാൽ ലഭിക്കുന്നത് വലിയ സമചതുരത്തിന്റെ പരപ്പളവാണല്ലോ. അത് x+y² ആണെന്ന് നാം കണ്ടു. അതിനാൽ x+y² സമം x² + y² + 2xy ആയിരിക്കുമല്ലോ.